ആഞ്ഞടിച്ച് നെട്ടോട്ടം ഓടുകയാണ്. എല്ലാ വഴിക്ക് നിന്നും കുത്തലുകൾ മാത്രമാണ്. CPM-നുള്ളിൽ തോൽവിയുടെ ഏക കാരണം പിണറായി മാത്രമാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്നാണ് കുത്തുന്നത്. കിട്ടിയ സമയം പാഴാക്കാതെ ഗോവിന്ദനും നന്നായി കുത്തുന്നുണ്ട്. പിണറായിയുടെ ശൈലി മാറ്റണം, ധാർഷ്ട്യം മാറ്റണം എന്നൊക്കെ പല നേതാക്കളും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിനിടയിലാണ് കണ്ണൂരിൽ അപ്പോഴപ്പോഴേക്ക് ബോംബ് പൊട്ടുന്നത്. മകളെ ED ചോദ്യം ചെയ്യുമെന്നായപ്പോൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി. പിണറായിയാണ് തോൽവിയുടെ കാരണം എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ വീണ്ടും കണ്ണൂരിൽ ബോംബ് പൊട്ടി. ഇനി എത്ര ബോംബുകളാണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? പിണറായിയും മകളെയും തൊടുമ്പോൾ തന്നെ പൊട്ടിക്കാനായി. പിണറായി കൊല്ലുന്ന രാജാവെന്നും മന്ത്രിമാരെ തിന്നുന്ന മന്ത്രിമാരെന്നും അതിരൂക്ഷമായി കുറ്റപ്പെടുത്തി വീണ്ടും CPI. LDF സർക്കാരിന്റെ പ്രവർത്തനമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അതിദയനീയ പരാജയത്തിന് കാരണമെന്ന് പറയുന്ന CPI. മുഖ്യമന്ത്രി മാത്രമല്ല, എല്ലാ മന്ത്രിമാരും തോൽവിക്ക് ഉത്തരവാദികളാണ് എന്നും LDF-ന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഇത്ര മോശമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല എന്നും CPI എറണാകുളം ജില്ലാ കൗൺസിൽ യോഗം കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കടുത്ത അഭിപ്രായങ്ങളാണ് CPI എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നിരിക്കുന്നത്. വെളിയം ഭാർഗവന്റെയും CK ചന്ദ്രപ്പന്റെയും കാലത്ത് CPI ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുമൽ ശക്തിയായി മാറി. ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആർഭാടമായി നടത്തിയ നവകേരള സദസ്സ് അപമതിപ്പുണ്ടാക്കി. നവകേരള സദസ്സിനു വേണ്ടി ഭീഷണിപ്പെടുത്തി പണം പിരിച്ചെന്നും എറണാകുളം ജില്ലാ കൗൺസിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. DYFI നടത്തിയ രക്ഷാപ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ അപമതിപ്പുണ്ടാക്കി. സർക്കാർ നൽകാനുള്ള 1500 കോടിയിൽ 500 കോടി രൂപ സപ്ലൈകോയ്ക്ക് നൽകിയിരുന്നുവെങ്കിൽ മാവേലി സ്റ്റോറുകൾ വാമന സ്റ്റോറുകൾ ആകുമായിരുന്നില്ല. LDF-ന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും ഒന്നിനൊന്ന് കഴിവുകെട്ടവരാണ്. CPI മന്ത്രിമാരും യോഗത്തിൽ രൂക്ഷ വിമർശനം നേരിട്ടു. ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK അഷ്റഫ്, കമല സദാനന്ദൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തെ നന്നായി വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പിണറായി ഭരണമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തെ ഒന്നുമല്ലാത്തവരായി മാറ്റിയത് എന്ന് സഹാക്കൾ തന്നെ പറയുമ്പോൾ അത് പിണറായിക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. പാർട്ടിയിൽ നിന്ന് തന്നെ പിണറായിക്ക് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏകാധിപതിയായി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന പിണറായി വിജയന് ഇനി അത് പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പാർട്ടി അറിയാതെ പിണറായിക്ക് ഇനി ഒരു ചെറുവിരൽ അനക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതൊക്കെ വരുത്തി വെച്ചതും പിണറായി തന്നെയാണ്.